ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ജർമ്മനിയിലെ ഒരു ഓണാഘോഷം കാണാൻ പോവുകയാണ്. ഓണാഘോഷവും അതിൻ്റെ ഒരുക്കങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ നാട്ടിലെ പോലെ ഓണം ശരിക്കും ഇവിടെ ആഘോഷിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഇല അറേഞ്ച് ചെയ്യണം, അതുപോലെ സദ്യക്ക് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്റ്റ്യൂംസ്, ഇപ്പോൾ ഒരു ഡാൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ അതിൻ്റേതായ സമയവും അതിൻ്റേതായ എഫേർട്ടും ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പല സ്ഥലങ്ങളിലായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ നമ്മൾ സദ്യക്ക് വേണ്ടി തന്നെ ഒരു വീട്ടിൽ വളരെയധികം സാധനങ്ങളൊക്കെ വാങ്ങി 100 പേർക്കുള്ള സദ്യക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയാണ് ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉത്രാടപ്പാച്ചിലാണ്. ഉത്രാടപ്പാച്ചിലിൽ നമ്മൾ ഇവിടുത്തെ കുക്കിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഒരു തയ്യാറെടുപ്പൊക്കെ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഹലോ. ഇവിടെ എന്തൊക്കെയാണ് പരിപാടി? ഇതാണ്. ഓക്കെ, സിജു ഇഞ്ചി ചതക്കയാണ്. ഓക്കെ, ഇവിടെ ഹെൽപ്പിംഗ് ആണോ പ്രീത? ഓക്കെ, പിന്നെ പൈനാപ്പിൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഇന്ന് നമ്മൾ കട്ടിങ് എല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. 100 പേർക്കുള്ള സദ്യയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാളെ അതെടുത്ത് കുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമ്മളെ നാട്ടിലുള്ള പോലത്തെ ആ ഒരു ഓളം എല്ലാം ഇവിടെ ഉണ്ട് അല്ലേ? നമ്മള് ഒരുമിച്ച് പാചകം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമാണ്. അതെ. അപ്പൊ നമ്മളൊരു ഉത്രാടപ്പാച്ചിലാണ്. ഇതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നേരെ പാചകമാണ്. ഫുള്ള് ഇന്ന് ബിസിയാണ്. ഓക്കെ, അപ്പൊ നടക്കട്ടെ, ഞാനും കൂടെ ചേരാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പരിപാടി എന്ന് നോക്കാം. ഇവിടെ പീറ്റർ എഡിറ്റിംഗ് ആണോ പീറ്റർ? അതെ, ഓണത്തിന്റെ ഒരു ചെറിയ സ്കിറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു എഡിറ്റിംഗും ഓഡിയോ മിക്സിംഗ് ഒക്കെയാണ്. ഓക്കെ ഓക്കെ. ഇവിടെ എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? നമുക്ക് പാത്രങ്ങളുണ്ട്. നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വലിയ പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഓണത്തിനുള്ള എല്ലാ കൂട്ടങ്ങളും തന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ 100 പേർക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുള്ള ടേബിൾ മാറ്റ് ഉണ്ട്, അങ്ങനെ മറ്റു കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. ടേബിൾ മാറ്റ്, വെള്ളം വാങ്ങിച്ചതാണ് അല്ലേ? വെള്ളം വാങ്ങിച്ചു, നമ്മൾ മിനറൽ വാട്ടർ വാങ്ങി അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ടേബിൾ മാറ്റ് ഉണ്ട്, പാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ ഒരു ടി വി ഇരുന്ന് കറക്കി മറ്റു കാര്യങ്ങൾ. അതെ, അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ തകൃതിയായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നാളെയാണ് ഓണം, അതിൻ്റെ ഒരു ആവേശത്തിലാണ്. അതെ. അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു പാർക്കിലാണ് ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്. ഏകദേശം ഒരാഴ്ചയോളം പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഹലോ പ്രീത, എന്തായി ഒരുക്കങ്ങളൊക്കെ? എന്തായി? നമ്മുടെ ഒരുക്കങ്ങളൊക്കെ എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ? നമ്മുടെ ഓണം സംബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇപ്പൊ കുട്ടികളൊക്കെ അതിന്റെ ചുറ്റും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചെറിയൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പൊ തോന്നുന്നത്. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു പിള്ളേരെ മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പൊ തന്നെ അത് ഇളക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതാണ് സുജിത്ത്. എന്താണ് ഇവിടുത്തെ ഇതെന്താ ഇൻസ്ട്രുമെന്റ്? എന്താ ഇത്? കാജോൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അല്ലാതെ ഇരിക്കാനുള്ള ഇതല്ല, അല്ല സ്റ്റൂളല്ല. ഓക്കെ, ഇതെങ്ങനെയാണ് മ്യൂസിക് എങ്ങനെയാണ് അടിക്കുന്നത്? മ്യൂസിക് എന്ന് വെച്ചാൽ ഇവിടെ ബാസ് വരും, ട്രബിള് വരും, സ്നെയർ ഒക്കെ ഇവിടെയാണ്. പിന്നെ ബാക്കി എല്ലാ സൈഡിലും പല സൗണ്ടുകൾ, വ്യത്യസ്തമായ സൗണ്ടുകൾ വരുന്നതാണ്. ഒന്ന് അടിക്കാം, ഒരു മ്യൂസിക് ഇടാമോ? സബാഷ്, അടിപൊളി. അപ്പൊ നമ്മൾ ഓണത്തിന് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലെ? എല്ലാം സെറ്റ് അല്ലേ? പ്രോഗ്രാം ഒക്കെ പിന്നെ അല്ല, എല്ലാവരും നല്ല വെറൈറ്റി ഡ്രസ്സിലൊക്കെയാണ്. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ആദ്യത്തെ പരിപാടി തിരുവാതിരയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മഹാബലി വിമാനത്തിൽ ഫ്രാങ്ക്ഫർട്ടിലെ ബാഡ് ഹോംബർഗിൽ എത്തുകയായിരുന്നു. തുടർന്ന് ഒരു അടിപൊളി സ്കിറ്റായിരുന്നു മഹാബലിയുടെയും
വത്സൻ്റെയും. അതൊരു കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ചക്കാലം കേരളത്തിലെ ഓണാഘോഷങ്ങളെല്ലാം പങ്കെടുത്ത് നമ്മളിങ്ങനെ ഈ വർഷത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് കഴിഞ്ഞിട്ട് കുറേയധികം കലാകാരന്മാരും കലാകാരികളും ചേർന്ന് പാട്ടും ഡാൻസും ആയിരുന്നു. വിശദമായി നമ്മൾ അതൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ കാണുന്നത് നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയതെന്ന് പറഞ്ഞാൽ സദ്യയ്ക്ക് ജസ്റ്റ് മുമ്പാണ്. അടുത്ത് നമ്മൾ കാത്തിരുന്ന ഓണസദ്യയിലേക്ക് കടന്നിരിക്കുന്നു. അച്ചാറ്, അവിയൽ, തോരൻ, പരിപ്പ്, സാമ്പാർ, പായസം എന്നിങ്ങനെ എല്ലാ ഇനങ്ങളുമുള്ള ഒരു ഗംഭീര സദ്യയായിരുന്നു. വളരെ ചിട്ടയോടെ തിരുവിതാംകൂർ ശൈലിയിൽ വിളമ്പുന്ന ആ ഒരു രീതിയിലാണ് ഇവിടെയും വിളമ്പിയിരിക്കുന്നത്. സദ്യയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉണർന്ന് ആവേശത്തോടെ ഇരിക്കാൻ കുട്ടികളുടെ തകർപ്പൻ ഡാൻസും പാട്ടും എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞെത്തിയത് ആഴ്ചകളുടെ പ്രാക്ടീസ് ചെയ്ത നമ്മുടെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. ഇതിൽ ശരിക്കും 3 പേര് ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. അതാരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കൂ. അതിനുശേഷം നമ്മുടെ ഡാൻസിന് വെല്ലുവിളിയായിട്ട് ലേഡീസിൻ്റെ ഡാൻസാണ് എത്തിയത്. രണ്ടും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്നാണ് കാണികൾ പറഞ്ഞത്. രാഹുലിൻ്റെ അതിമനോഹരമായ പൊൻവീണ എന്ന് പറയുന്ന ഗാനത്തിന് ശേഷം നമ്മുടെ പരിപാടി അവസാനിക്കുകയാണ് ചെയ്തത്. നന്ദി പറയുന്നതിനായിട്ട് പീറ്ററാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിലുടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.